സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ്. ശമ്പള പരിഷ്കരണം, ക്ഷേമനിധി തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരത്തിലേക്ക് പോകുന്നത്. ശമ്പള പരിഷ്കരണം പഠിക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുക്കാത്തത് അനീതിയാണെന്നും വ്യാപാരികൾ ആരോപിച്ചു. കാലം കുറയായി വാഗ്ദാനങ്ങൾ നൽകി റേഷൻ വ്യാപാരികളെ സർക്കാർ കബളിപ്പിക്കുന്നു എന്നാണ് ആരോപണം. ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സമരത്തിലേക്ക് പോകാനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം. ഇതിനു മുന്നോടിയായി അടുത്ത മാസം 7-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു നടപടി സംസാരിച്ച് ഈ വിഷയം തീരുമാനമാക്കണം. വാഗ്ദാനം പോരാ, നടപ്പാക്കണം. ഉദ്യോഗസ്ഥരും മന്ത്രിയും തമ്മിൽ ശീതസമരമാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. നേരത്തെ 2 ദിവസം കടകളടച്ച് വ്യാപാരികൾ സമരം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശമ്പള പരിഷ്കരണം വേഗത്തിലാക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ മൗനം തുടരുന്നതോടെയാണ് സമരത്തിലേക്ക് പോകുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിയത്. മീഡിയ 1, തിരുവനന്തപുരം.